നമ്മിൽ ഭൂരിഭാഗം പേരും സിനിമ നന്നായി ആസ്വദിക്കുന്നവരാണ്. നമ്മുടെ പൊതുബോധത്തിൽ സിനിമ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതുമാണ്. ഗോത്രകാല സന്ദേശങ്ങൾ ചൊരിയുന്ന സിനിമകൾ നിർമ്മിച്ച് സമൂഹത്തിലേക്ക് പങ്കിടുക വഴി വിവിധങ്ങളായ ഗോത്രീയ, അപരിഷ്കൃത, അമാനവിക രീതികൾ നമ്മിൽ അടിച്ചേൽപ്പിച്ച് പരിഷ്കരണ പാതയിൽ നിന്നും പിന്നോട്ട് വലിക്കാൻ അതിനാൽ തന്നെ സിനിമ ഒരു മാധ്യമമായിട്ടുണ്ട്. എന്നാൽ ഈ ആധുനികതയിൽ പുരോഗമന കാഴ്ചപ്പാടുകൾ പങ്കിടുന്ന സിനിമകളും നിർമ്മിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. പ്രഭുവിൻ്റെ മക്കൾ, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജയ 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 ഹേ എന്നീ സിനിമകൾ ആ ശ്രേണിക്ക് തുടക്കമിട്ടുവെന്ന് കരുതാം. എന്നിരുന്നാലും ഇന്നും മലയാള സിനിമകളിൽ വാക്കിൻ്റെ അർത്ഥവും ആഴവും അറിയാതെ നായക പ്രതിനായിക കഥാപാത്രങ്ങൾ ദേഷ്യത്താലോ പരിഹാസത്താലോ ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ചെറ്റ, അല്ലെങ്കിൽ ഡാ ചെറ്റെ, അല്ലെങ്കിൽ ഫാ ചെറ്റ സന്തതി, അല്ലെങ്കിൽ ചെറ്റയ്ക്കുണ്ടായവനെ, അങ്ങനെ 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 ചെറ്റ ചേർത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ചെറ്റ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത് ഓല എന്നാണ്. പഴകിയ ഓലയെന്നും തെങ്ങോലയെന്നും ഒക്കെ അതിൻ്റെ ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് വിളിക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി ചെറ്റ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പിന്നിൽ അസ്പൃശ്യരായി കണക്കാക്കപ്പെട്ടിരുന്ന മനുഷ്യർ ഭൂരിഭാഗവും വസിച്ചിരുന്നത് ഓലയിൽ തീർത്ത കുടിലായിരുന്നത് കൊണ്ടാണ്. ചെറ്റയിൽ പണി കഴിപ്പിച്ച കുടിലിൽ വസിക്കുന്നവനെയാണ് അപരിഷ്കൃത സമൂഹം ചെറ്റ എന്ന് വിളിക്കുന്നത്. അതായത് തോട്ടിപ്പണിയും മറ്റും ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ നീചരാണെന്നും മറ്റുമുള്ള സവർണ സങ്കല്പത്തിന്റെ ഉൽപ്പന്നമാണ് ഫാ ചെറ്റ എന്ന സംബോധനാ രീതി. എന്നാൽ പൊതുബോധം യഥേഷ്ടം ആ വാക്ക് ഒരു മടിയുമില്ലാതെ ഉപയോഗിക്കുന്നു. രാഷ്ട്രപതിക്ക് വരെ അയിത്തമുള്ള നമ്മുടെ നാട്ടിൽ ജാതീയ ഉച്ചനീചിത്വമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന യുവത്വം ഉണ്ടെന്നതാണ് ഏറെ നിരാശപ്പെടുത്തുന്നത്. അവരും പുട്ടിന് പീര പോലെ ചെറ്റ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അത്തരം വികലമായ വീക്ഷണങ്ങളൊക്കെ വിളമ്പുന്നത്. ഒരു മനുഷ്യനെ ജാതീയമായി അധിക്ഷേപിക്കുന്നത് എത്രത്തോളം തെറ്റാണ്? പക്ഷേ ചെറ്റ എന്ന സംബോധനാ രീതി ആ പരിധിയിൽ വരുന്നില്ല എന്നത് ഏറെ നിരാശ തന്നെയാണ്. കേവലം അവകാശവാദം മാത്രമാണെങ്കിലും സമൂഹത്തെ ബോധവൽക്കരിച്ചുദ്ധരിക്കാൻ എന്ന രീതിയിൽ ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ ഒരു പ്രതിഷേധ ധർണയ്ക്കിടയിലൊക്കെ സംബോധന ചെയ്യുന്നത് ചെറ്റകളെ, പട്ടികളെ, പരനാറുകളെ എന്ന രീതിയിൽ തന്നെയാണ്. നമ്മിൽ ഭൂരിഭാഗം പേരും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൃത്യമായ അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. മനുഷ്യരെ തരംതിരിക്കാത്ത ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.